ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കൊച്ചി യൂണിറ്റിൽ ECIR രജിസ്റ്റർ ചെയ്തു. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തവർ ED കേസിലും പ്രതിയാണ്. PMLA വകുപ്പ് ചേർത്താണ് അന്വേഷണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേസിൽ ED കൂടെ എത്തുന്നതോടെ രാഷ്ട്രീയപരമായ ചർച്ചകൾക്കും പുതിയ നീക്കം വഴിവെക്കും. നേരത്തെ കേസിന്റെ വിവരങ്ങൾ തേടി റാന്നി കോടതിയിൽ ED അപേക്ഷ സമർപ്പിച്ചിരുന്നു. FIR അടക്കം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ കോടതി ആവശ്യം നിരസിച്ചിരുന്നു. പിന്നാലെ ED ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് EDയുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടെന്നും ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇടപാടുകൾ നടന്നിട്ടുള്ളതിനാൽ തങ്ങൾക്ക് അന്വേഷിക്കാൻ അവകാശമുണ്ടെന്നുമായിരുന്നു ED ഹർജിയിൽ പറഞ്ഞിരുന്നത്. കേസിൽ ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ED കേസെടുക്കാൻ അനുമതിക്കായി ഡൽഹിയിലേക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നു. കേസെടുക്കാൻ അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം ED ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീയെ ഇന്നും ചോദ്യം ചെയ്തു. തിരുവനന്തപുരം ഈഞ്ചയ്ക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. ദേവസ്വം ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാനുള്ള ഉത്തരവിറക്കിയത് ജയശ്രീയാണ്. ഈ തീരുമാനം സംബന്ധിച്ച് ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ വ്യത്യസ്തമായ മൊഴികളാണ് നൽകിയിരുന്നത്. ബോർഡ് യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് ഉത്തരവിറക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് ജയശ്രീയുടെ വാദം. സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടിയ ജയശ്രീ കോടതി നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.